നമസ്കാരം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ പ്രതിഷേധത്തിൽ വിഷമം രേഖപ്പെടുത്തി ഗായിക അഞ്ജു ജോസഫ്. പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആരോഗ്യം ആനന്ദം ഫെസ്റ്റിവലിലെ ഗാനമേളയ്ക്കിടെയാണ് വേദിയിൽ വെച്ച് സദസ്സിലിരുന്ന ആരോഗ്യമന്ത്രിയോട് അഞ്ജു തന്റെ വൈകാരികമായ പ്രതികരണം പങ്കുവച്ചത്. മന്ത്രിക്കെതിരെ KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധവും ആക്രമണ ശ്രമവും വാർത്തകളിൽ കണ്ടപ്പോൾ തനിക്ക് വലിയ സങ്കടം തോന്നിയെന്നും അഞ്ജു ജോസഫ് വേദിയിൽ വെച്ച് പറഞ്ഞു. തന്റെ രാഷ്ട്രീയം സംഗീതവും മനുഷ്യത്വവുമാണെന്നും വേദിയിൽ വെച്ച് താരം വ്യക്തമാക്കി. പത്തനംതിട്ട കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ടുനിൽക്കുന്ന സൗജന്യ ആരോഗ്യ കലാമേളയാണ് ആരോഗ്യമാനന്ദം. ഇതിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിക്കിടെയായിരുന്നു അഞ്ജുവിന്റെ പ്രതികരണം. കണ്ണൂരിൽ KSU പ്രവർത്തകർ മന്ത്രിയെ തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീണ ജോർജ് കഴുത്തിന് പരിക്കുപറ്റി ചികിത്സ തേടിയിരുന്നു. KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച വാർത്ത കണ്ടപ്പോൾ തനിക്ക് വലിയ സങ്കടം തോന്നിയെന്നും അതെന്നെ വ്യക്തിപരമായി ഒരുപാട് വിഷമിപ്പിച്ചെന്നും താരം വേദിയിൽ തുറന്നു പറഞ്ഞു. മന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സദസ്സിലുള്ള എല്ലാവരോടും അത് പ്രാർത്ഥിക്കണമെന്നും മന്ത്രിക്ക് വേണ്ടി ഒരു കയ്യടി നൽകണമെന്നും മന്ത്രിയുടെ സമക്ഷം സംസാരിക്കവേ അഞ്ജു ജോസഫ് വ്യക്തമാക്കി. മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് അഞ്ജു ജോസഫ് പറഞ്ഞു. എനിക്ക് ഒരേ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത് സംഗീതവും മനുഷ്യത്വവുമാണ്. നമ്മൾ ആളുകളോട് പെരുമാറുമ്പോൾ മനുഷ്യത്വം ഉണ്ടാകണമെന്നും ഗായിക ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുമ്പോഴും അടിസ്ഥാനപരമായ മാനുഷിക പരിഗണനകൾ കൈവിടരുതെന്ന സന്ദേശമാണ് അഞ്ജു ജോസഫ് ഇതിലൂടെ നൽകിയത്. മന്ത്രി പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ച ഗായിക പത്തനംതിട്ട ഫെസ്റ്റിനെത്തിയ വൻ ജനക്കൂട്ടത്തിന് മുന്നിലാണ് മന്ത്രിക്കുള്ള തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ കലാമേളയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ അഞ്ജുവിന്റെ പ്രതികരണം കാണികൾക്കിടയിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. പൊതുജനങ്ങൾ ആരോഗ്യ അവബോധം വളർത്തുന്നതിനൊപ്പം വിനോദവും വിജ്ഞാനവും പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യമാനന്ദം മേള സംഘടിപ്പിച്ചിരുന്നത്. മേളയുടെ ഭാഗമായി കേരള ഫെഡറേഷൻ ഓഫ് ഗൈനക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർബുദ പരിശോധനയും സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ്ങും ജീവിതശൈലി രോഗസങ്കീർണത നിർണയ ക്ലിനിക്കും നടത്തിയിരുന്നു. 3 വർഷത്തിൽ കൂടുതൽ പ്രമേഹ രോഗമുള്ളവർക്ക് കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖം കണ്ടെത്താനുള്ള സ്ക്രീനിങ്ങും 10 വർഷത്തിൽ കൂടുതൽ പ്രമേഹമുള്ളവർക്ക് നാഡികളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടെത്താനുള്ള പരിശോധനയും നടത്തി. ഈ പരിപാടിക്കിടെയാണ് എന്തായാലും നൃത്തസന്ധ്യയിൽ അഞ്ജു ജോസഫിന്റെ പ്രതികരണം. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇത്തവണ മത്സരിപ്പിക്കരുതെന്ന് അവരുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഇന്നലെ പാർട്ടിയെ അറിയിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ്, കുടുംബപരമായ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് വീണ ജോർജിന് ഇനി അവസരം ആവശ്യമില്ല എന്നായിരുന്നു ജോർജ് ജോസഫിന്റെ നിലപാട്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ആവശ്യം പാർട്ടി അംഗീകരിക്കാൻ ഇടയില്ല എന്ന റിപ്പോർട്ടും ഈ നിമിഷം വരുന്നുണ്ട്. നിലവിൽ വീണ ജോർജിനെ ആറന്മുളയിൽ നിന്നും മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് അതിൽ നിന്നും പിന്മാറാനാകില്ല എന്നാണ് CPM-ൽ നിന്നും പുറത്തേക്ക് വരുന്ന സൂചന. ബുധനാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വ്യാഴാഴ്ച സംസ്ഥാന കമ്മിറ്റിയും ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ ജോർജിനെ ഇത്തവണ മത്സരിപ്പിക്കരുതെന്ന് ഭർത്താവ് ജോർജ് ജോസഫിന്റെ ആവശ്യം യോഗത്തിൽ പങ്കെടുത്ത തോമസ് ഐസക്കാണ് പാർട്ടിയെ അറിയിച്ചത്. കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജോർജ് ജോസഫ് ഇത്തവണ വീണയെ മത്സരിപ്പിക്കരുതെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഈ വിഷയം എന്തായാലും പരിഗണിക്കാനാണ് സാധ്യത. ജോർജ് ജോസഫിന്റെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്കാണ് പാർട്ടി എത്തുക എന്നുള്ളതാണ് സൂചന.